തിരുവനന്തപുരം വർക്കലയിൽ ലഹരി സംഘങ്ങളെക്കുറിച്ച് പോലീസിന് വിവരം നൽകിയ വയോധികനെ വെട്ടിക്കൊന്നു. താഴെവെട്ടൂർ സ്വദേശി ഷാജഹാനാണ് കൊല്ലപ്പെട്ടത്. 6 അംഗ സംഘമാണ് ആക്രമണം നടത്തിയത്. വിവരങ്ങളുമായി വി വിനോദ് ചേരുന്നു. വിനോദ്, വളരെ ഗൗരവമുള്ള വിഷയം, ലഹരി മാഫിയയുടെ ക്രൂരമായ ഒരു കൊലപാതകമാണ് നടന്നിരിക്കുന്നത്. എപ്പോഴായിരുന്നു സംഭവം? എന്താണ് പോലീസ് ഈ വിഷയത്തിൽ പറയുന്നത്? ഇത് വർക്കല താഴെവെട്ടൂർ എന്ന പ്രദേശത്താണ് ഈ കൊലപാതകം നടന്നത്. കേരളത്തെ ഗ്രസിച്ചിരിക്കുന്ന ഈ ലഹരി മാഫിയ സംഘം അവരുടെ ഒരു ക്രൂരമായ നടപടി എന്ന് തന്നെ പറയാം. കഴിഞ്ഞ ദിവസം രാത്രി 9 മണിയോടുകൂടിയാണ് താഴെവെട്ടൂർ സ്വദേശി ഷാജഹാനെ വെട്ടിക്കൊലപ്പെടുത്തിയത്. അദ്ദേഹത്തിന്റെ മരണമൊഴി അനുസരിച്ച് 6 പേർ ഈ അക്രമി സംഘത്തിൽ ഉണ്ടായിരുന്നു എന്ന കാര്യമാണ്. ഒരാളിപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ ഉണ്ട്. വെട്ടൂർ സ്വദേശി ഷാക്കറാണ് പോലീസ് കസ്റ്റഡിയിലുള്ളത്. ഈ കൊലപാതകത്തിന് കാരണമായി എന്ന് പോലീസ് വിശദീകരിക്കുന്നത് ഇങ്ങനെയാണ്: ഈ തീരമേഖലയിലെ മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും ഉപയോഗം വലിയ തോതിൽ വർദ്ധിച്ചിരുന്നു. ഷാജഹാനും സുഹൃത്തായ ഷിബുവും ചേർന്ന് വർക്കല പോലീസിൽ ഇത് സംബന്ധിച്ച പരാതി നൽകി. തുടർന്ന് പോലീസ് സ്ഥലത്തെത്തുകയും ഈ പ്രദേശത്ത് നിന്ന് ലഹരി വസ്തുക്കൾ കണ്ടെത്തുകയും ചെയ്തു. മദ്യവും അതോടൊപ്പം തന്നെ കഞ്ചാവ് അടക്കമുള്ള കാര്യങ്ങൾ കണ്ടെത്തിയെന്ന വിവരമാണ് ലഭിക്കുന്നത്. എന്നാൽ ആരെയും അറസ്റ്റ് ചെയ്യാൻ സാധിച്ചിരുന്നില്ല. ഈ പരാതി നൽകിയതിന്റെ പേരിൽ ഷാജഹാന്റെ സുഹൃത്തിനെ ഈ ലഹരി സംഘം പിന്നീട് ആക്രമിക്കുന്ന നിലയുണ്ടായി. ഇത് സംബന്ധിച്ച് രണ്ടാമതൊരു പരാതി കൂടി പോലീസിൽ നൽകി. ഇതിന്റെ വൈരാഗ്യത്തിലാണ് കഴിഞ്ഞ ദിവസം ഷാജഹാൻ രാത്രി തീരത്തുകൂടി നടന്നു പോകുമ്പോൾ അദ്ദേഹത്തെ വെട്ടിപ്പരിക്കേൽപ്പിച്ചത്. 6 അംഗ സംഘമുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. പ്രദേശത്തെ ഒരു സ്ത്രീയാണ് ആദ്യം വെട്ടേറ്റ് കിടക്കുന്നത് കാണുന്നത്. അവർ അറിയിച്ചതനുസരിച്ച് ആശുപത്രിയിലേക്ക് മറ്റുള്ളവർ കൊണ്ടുപോവുകയായിരുന്നു. ഈ സമയത്താണ് ഈ ആക്രമിച്ച സംഘത്തിൽ 6 പേരുണ്ട് എന്ന വിവരം ഷാജഹാൻ നൽകുന്നത്. പക്ഷേ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അദ്ദേഹത്തിന്റെ ജീവൻ രക്ഷിക്കാൻ സാധിച്ചിട്ടില്ല. ഒരാൾ കസ്റ്റഡിയിലുണ്ട്. പ്രതികൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട്. അശ്വതി, വിനോദ്, ഈ വിഷയത്തിൽ ജനങ്ങൾക്ക് അവിടെ ജീവിക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് ഒരു വിഷയം. മറുവശത്ത് അത് പോലീസിനെ അറിയിക്കുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള ഭീഷണി, കൊലപാതകമാണ് ഉടനെ നടക്കുന്നത്, കൊല്ലുകയാണ് ചെയ്യുന്നത്. എന്താണ് പോലീസ് ഈ വിഷയത്തിൽ എടുക്കുന്ന നടപടി? ഇതുവരെ എന്തെങ്കിലും ലഹരി മാഫിയയെ കുറിച്ചുള്ള വിവരങ്ങൾ നേരത്തെ പോലീസിന് ലഭിച്ചിട്ടുണ്ടോ? അതിലെന്തെങ്കിലും നടപടി എടുത്തിട്ടുണ്ടോ? വർക്കല കേന്ദ്രീകരിച്ച് ഇതാദ്യമല്ല ലഹരി സംഘങ്ങളുമായി ബന്ധപ്പെട്ട പരാതികൾ വരുന്നത്. നേരത്തെയും ഇത്തരത്തിലുള്ള പരാതികൾ നിരവധി ഉയർന്നു വന്നിരുന്നു. നേരത്തെയും വർക്കലയിലെ വിവിധ പ്രദേശങ്ങൾ, പ്രത്യേകിച്ച് കടൽ തീരങ്ങൾ കേന്ദ്രീകരിച്ച്, ബീച്ച് കേന്ദ്രീകരിച്ചൊക്കെ ഇത്തരത്തിലുള്ള പരാതികൾ ഉയർന്നു വന്നിട്ടുള്ളതാണ്. ഈ അക്രമി സംഘങ്ങളെ ഏറ്റുമുട്ടുന്ന രീതിയും ഉണ്ടായിരുന്നു. വർക്കലയിൽ തന്നെ നിരവധി കേസുകൾ ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ലഹരി സംഘങ്ങളുടെ വ്യാപനം അത് തടയുന്നതിന് കൃത്യമായ ഇടപെടൽ ഉണ്ടായിട്ടില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം ഈ കേസുകളുടെ എണ്ണം പരിശോധിക്കുമ്പോൾ അത് ദിനംപ്രതി വർദ്ധിക്കുന്ന സാഹചര്യമുണ്ട്. ഏതായിരുന്നാലും ഇപ്പോൾ ഇതൊരു കൊലപാതകത്തിൽ കലാശിച്ചിരിക്കുന്നു. അത് ഏറ്റവും ദാരുണമായ സംഭവമാണ്. ഈ അക്രമി സംഘത്തെ, ലഹരി സംഘത്തെ കുറിച്ച് പരാതിപ്പെട്ട ആളെയാണ് വെട്ടിക്കൊലപ്പെടുത്തിയിരിക്കുന്നത്. എത്ര കണ്ട് ഭീകരമാണ് സാഹചര്യം എന്ന് വെളിപ്പെടുത്തുന്നത് കൂടിയാണിത്. ആദ്യം ഒരു പരാതി കൊടുക്കുന്നു, അവിടെ നിന്ന് പോലീസ് ലഹരി വസ്തുക്കൾ കണ്ടെത്തുന്നു, അതിനുശേഷം പരാതി കൊടുത്തതിൽ ഒരാളെ മർദ്ദിക്കുന്നു. ഇത് സംബന്ധിച്ച് വീണ്ടും പോലീസിൽ പരാതി നൽകുകയാണ്. ഈ സമയത്താണ് ഷാജഹാനെ ഇവർ വെട്ടിക്കൊലപ്പെടുത്തുന്നത്. ഒറ്റയ്ക്ക് അദ്ദേഹം നടന്നു പോകുന്ന വഴിയിൽ മാരകായുധങ്ങളുമായി ചാടി വീണ് കൊലപ്പെടുത്തിയെന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായിരുന്നാലും അദ്ദേഹം വെട്ടേറ്റ് വീണ് കിടക്കുന്നത് പരിസരവാസികൾ കാണുകയും തുടർന്ന് അദ്ദേഹത്തെ ആശുപത്രിയിൽ എത്തിക്കുകയുമായിരുന്നു. അദ്ദേഹത്തിന്റെ മരണമൊഴി അനുസരിച്ചാണ് 6ഓളം പേർ ഈ സംഘത്തിൽ ഉണ്ടായിരുന്നു എന്ന് വ്യക്തമാകുന്നത്. ഏതായിരുന്നാലും പ്രതികൾക്ക് വേണ്ടിയുള്ള അന്വേഷണം ഇപ്പോൾ പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട്. അതാണ് വിനോദ്, ഈ വിഷയത്തിൽ മുൻവൈരാഗ്യമൊന്നും പ്രതികൾക്ക് ഉണ്ടായിരുന്നില്ല. അതായത് ഈ ഒരൊറ്റ വിഷയം മാത്രമാണ് ഉണ്ടായിരുന്നത്. അതിലാണ് ഇപ്പോൾ ഈ വയോധികനെ വെട്ടിക്കൊന്നിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. പോലീസ് അക്കാര്യം ഉറപ്പിക്കുകയാണ് അല്ലെ? ഇപ്പോൾ പ്രാഥമികമായ ഒരു അന്വേഷണമാണ്. ഏതായിരുന്നാലും ഈ ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ടുള്ള പരാതിയും ആ പരാതി നൽകിയതിനു ശേഷമാണ് മർദ്ദനവും ഉണ്ടായത്. അതുകൊണ്ട് തന്നെ മറ്റു കാര്യങ്ങളൊന്നും തന്നെ ഇതിന് ഇങ്ങനെ ഒരു പ്രകോപനത്തിന് ഇടയാക്കിയെന്ന് കരുതുക വയ്യ. ഈ ഒരു അക്രമത്തിന് പിന്നിൽ ഈ പരാതി തന്നെയാണ് കാരണമെന്ന് മനസ്സിലാക്കുന്നു. ഏതായിരുന്നാലും പോലീസ് വിശദമായി അന്വേഷിക്കുന്നുണ്ട്. പക്ഷെ ഈ ലഹരി വസ്തുക്കളുടെ ഉപയോഗം അത് ഭീകരമായ ഒരു സാഹചര്യം തന്നെയാണ്
പ്രത്യേകിച്ച് വർക്കല കേന്ദ്രീകരിച്ച് നിരവധി കേസുകൾ, നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നിരവധി കേസുകൾ, MDMA പിടികൂടുന്നതടക്കം നിരവധി കേസുകൾ രജിസ്റ്റർ ചെയ്യുന്ന മേഖലയായി മാറുന്നുണ്ട്. അവിടെയാണ് ഇത്തരത്തിലൊരു ദാരുണമായ കൊലപാതകം ഉണ്ടായിരിക്കുന്നത്. ഗുണ്ട ആക്ട് ഒക്കെ നിലവിലുള്ള സംസ്ഥാനമാണ്. ഈ വിനോദ്, ഈ വിഷയത്തിൽ പോലീസ് എന്ത് നടപടി, ഇനി തുടർ നടപടിയാണ് എടുക്കുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒപ്പം ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല. ഇത്തരത്തിൽ പൊതുജനങ്ങൾ പുറത്തേക്ക് ഇറങ്ങുമ്പോഴുള്ള ആക്രമണങ്ങൾ പലയിടത്തും നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. അതിലൊക്കെ എന്ത് നടപടിയാണ് ഉണ്ടായിട്ടുള്ളത്? ഈ വിഷയം എത്രത്തോളം ഗൗരവത്തിലാണ് പോലീസ് കാണുന്നത്? അശ്വതി പറഞ്ഞതുപോലെ തന്നെ ഓപ്പറേഷൻ ആഗ് എന്ന ഒരു പദ്ധതി ഇടയ്ക്ക് പോലീസ് കൊണ്ടുവന്നിരുന്നു. ഏതാണ്ട് 12,000-ഓളം അറസ്റ്റുകൾ, അതെല്ലാം സാങ്കേതികമായ അറസ്റ്റുകളാണ്. അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിടുകയാണ്. റിമാൻഡിലാകുന്നത് വളരെ കുറച്ച് ആളുകൾ മാത്രമാണ്. കാപ്പ ചുമത്തി പലരെയും ജയിലിൽ അടയ്ക്കുന്നുണ്ട്. പക്ഷെ ഇതൊന്നും തന്നെ ശാശ്വതമായ പരിഹാരമാകുന്നില്ല. പ്രത്യേകിച്ച് ഈ ലഹരി ശൃംഖലയുടെ വേരറക്കാൻ സാധിക്കുന്നില്ല എന്നത് തന്നെയാണ് ഇതിലെ ഏറ്റവും ഒരു ഭീകരമായ സാഹചര്യം. സ്കൂളുകൾ കേന്ദ്രീകരിച്ച് അല്ലെങ്കിൽ മറ്റ് കലാലയങ്ങൾ കേന്ദ്രീകരിച്ചൊക്കെ ലഹരി വ്യാപനമുണ്ട്. അത് ചെറിയ പ്രായത്തിലുള്ള ആളുകളിലേക്ക് മാത്രമല്ല, വലിയ മുതിർന്ന ആളുകളിലേക്ക് കൂടി ഈ സിന്തറ്റിക് ഡ്രഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എത്തുന്നു എന്നത് തന്നെയാണ്. ഇതിന്റെ ഒരു ഒഴുക്ക് തടയുന്നതിന് കാര്യമായി സാധിക്കുന്നില്ല എന്നതാണ് ഏറ്റവും സങ്കീർണമായ ഒരു പ്രശ്നം. നേരത്തെ മദ്യപിച്ച് വാഹനം ഓടിക്കുന്ന ആളുകളെ ആൽക്കോമീറ്ററൊക്കെ ഉപയോഗിച്ച് സാധാരണ പോലീസ് പിടികൂടുന്ന രീതി ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ഈ രാസലഹരിയിലേക്ക് കാര്യങ്ങൾ മാറിയ ശേഷം ഇത് പിടികൂടുന്നതിനുള്ള സംവിധാനങ്ങളുണ്ട്. പക്ഷെ അതെല്ലാം പരിമിതമാണ്. പല സ്റ്റേഷനുകളിലും അതിനുള്ള സംവിധാനങ്ങൾ ഇപ്പോഴും എത്തിയിട്ടില്ല. അങ്ങനെ എക്സൈസിന്റെ കയ്യിലും പരിമിതമായ സാഹചര്യങ്ങൾ മാത്രമാണുള്ളത്. ഏതായിരുന്നാലും ഈ ലഹരി വ്യാപനം തടയുന്നതിൽ ഇപ്പോഴും പൂർണ്ണമായി വിജയിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതിന്റെയൊക്കെ ഒരു പരിണിത ഫലമായി വേണം ഈ കൊലപാതകത്തെ കാണാൻ. ഈ ഷാജഹാൻ എന്ന് പറയുന്ന 60-കാരൻ കൊല ചെയ്യപ്പെട്ടതിന് പിന്നിലെ കാരണമായി ഇപ്പോൾ കണക്കാക്കുന്നത് ഈ പരാതി തന്നെയാണ്. ലഹരി സംഘങ്ങൾക്കെതിരെ നൽകിയ പരാതിയും അതിൽ വൈരാഗ്യം പൂണ്ട് അദ്ദേഹത്തെ കൊലപ്പെടുത്തുകയും ചെയ്യുന്ന സാഹചര്യം. ഈ പരാതി നൽകിയതിനു ശേഷം, ആദ്യത്തെ പരാതി നൽകിയതിനു ശേഷം ഷാജഹാനോടൊപ്പം ഈ പരാതി നൽകാൻ പോയ സുഹൃത്തിനെ ഈ സംഘം ആക്രമിച്ചിരുന്നു. അതിലും ഒരു പരാതി നൽകി. ആ പരാതിക്ക് പിന്നാലെയാണ് ഷാജഹാനെ കൊലപ്പെടുത്തിയത്. അശ്വതി. ശരി, വി വിനോദാണ് വിശദവിവരങ്ങൾ നൽകിയത്. ഞങ്ങൾ കാണുന്നില്ല, ഇവിടെയാണ് കിടക്കുന്നതെന്ന് ഞങ്ങൾ കാണുന്നില്ല. ഓടിക്കാൻ വന്ന് നോക്കുമ്പോഴാണ് ഇവിടെയാണ് മാമ കിടക്കണമെന്ന് പറഞ്ഞ് എൻ്റെ മോള് പറയും. ഞാൻ ഓടി വന്ന് നോക്കുമ്പോൾ എൻ്റെ ഓടപ്പുറത്തും പറയണം അവർ എന്നെ അടിച്ച് ആരെന്നൊന്നും നമുക്കറിയില്ല. 4 വരെ 5 വരെ ഉണ്ടെന്ന് പറയുന്നത് അവരാരാണെന്നൊന്നും നമുക്കറിയില്ല. ഞാൻ പറയണ കിക്കാൻ നീ എന്തിനൂടെ വന്ന്? അപ്പൊ പറഞ്ഞു ഷിബുവിനെ അടിക്കാൻ വേണ്ടി ആരോ വന്നെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വന്നതാണെന്ന് പറയണം. ഇത് ഇത്രയും തന്നെ അറിഞ്ഞ ഈ ആംബുലൻസ് കയറാൻ ഈ പെൺപിള്ളേരൊക്കെ ചുറ്റും ആൾക്കാരെന്ന് പറഞ്ഞുണ്ട്. ഞാൻ ആംബുലൻസിൽ കൂടെ പോയില്ല, അവന്മാരെന്നെ കൊണ്ടുപോയില്ല, കിക്കാനെ കൊണ്ടുപോയി.